ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു അടിപൊളി പൂച്ചെടിയായിട്ടുള്ള ജെർബറ പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ ചട്ടി നിറയെ ഇതിനെ തിക്കി വളർത്താനും ഇത് നിറയെ പൂക്കളിടാനും ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കണമെന്ന് ഇതിൻ്റെ കംപ്ലീറ്റ് കെയറിങ്ങിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഈ പിങ്ക് കളറിലെ ജെർബറ പ്ലാന്റിന് ഞാൻ 80 രൂപ കൊടുത്താണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയത്. ഈ പൂവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, നമ്മളിത് വാങ്ങി. അപ്പോൾ ഇതുപോലെ ചെടികളൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ തൈ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണോ, കേടുകളൊക്കെ ഉണ്ടോ എന്നാണ്. ജെർബറയുടെ ഈ ഒരു കളറല്ലാതെ ഒരു ഓറഞ്ച് കളറിലെ ജെർബറയും കൂടി എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് ആ ഒരു വെറൈറ്റി. നല്ല ഭംഗിയുള്ള പൂവാണ്. ഇതിപ്പോൾ ചെറിയ പൂവാണ്, ഇതിലും വലിയ നമ്മൾ എന്തോരം വളം ചെയ്ത് കൊടുക്കുന്നോ അത്രയും ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വരെയും ചെയ്യും. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം ആ ലീവ്സൊക്കെ നല്ല ഡാർക്ക് ഗ്രീനായിട്ട് ഒത്തിരി മുട്ടുകൾ, ഇപ്പോൾ മുട്ട് കൊഴിഞ്ഞു പോയതാണ് ഇത്. ഒത്തിരി മുട്ടുകളായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ എന്തോരം വളം ചെയ്യുന്ന അത്ര പൂക്കൾ ഇഷ്ടം പോലെ വരെയും ചെയ്യും. ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഒത്തിരി തൈകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൂച്ചെടിയാണ് ഈ ജെർബറ പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാന്റിന് സൺലൈറ്റ് ആവശ്യമാണ്, കാരണം നല്ല പൂച്ചെടികൾക്ക് എല്ലാത്തിനും തന്നെ സൺലൈറ്റ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതുപോലെ വാട്ടറിങ് ചെയ്ത് കൊടുക്കണം. ഡെയിലി വാട്ടറിങ് ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഇലകളൊക്കെ വേഗം വാടിപ്പോകും. അപ്പോൾ ഞാൻ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഈ ചെടിച്ചട്ടിയൊക്കെ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് വളം ഇട്ട് കൊടുക്കൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിന് ചാണകപ്പൊടിയും അല്ലെങ്കിൽ ചാണക വെള്ളമൊക്കെയാണ് ഒഴിച്ചു കൊടുക്കാറ്. അതുകൊണ്ടാണ് ആ ലീവ്സൊക്കെ ഒത്തിരി തിക്കിൽ അങ്ങനെ വന്നേക്കണത്. അപ്പോൾ ഒത്തിരി മുട്ടുകളും ഇഷ്ടംപോലെ പൂക്കൾ ഇട്ടുപോലും. അപ്പോൾ ഗൈസ്, ഈ ചെടിച്ചട്ടിയുടെ നടുവിലായിട്ട് കാണുന്ന ആ ഒരു ചെറിയ തൈയാട്ടോ നേരത്തെ നമ്മൾ 80 രൂപയുടെ ജെർബറയുടെ കാണിച്ചില്ലേ, ആ ഒരു തൈയാണത്. അപ്പോൾ നമ്മൾ വാങ്ങിച്ചപ്പോൾ നല്ല ഭംഗിയായിരുന്നു, പക്ഷേ നട്ടപ്പോൾ ആ ഒരു ഭംഗി പോയി, മുരടിച്ച പോലെയായിരുന്നു. പിന്നെ നമ്മളൊരു കണക്കിനാണ് അതിനെ ഈ ഒരു കോലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. കാരണം നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ അടിയിലെ മണ്ണ്, കട്ട മണ്ണ് പിടിച്ചിരിക്കുന്ന കൽപ്പൊടി, അത് കളയാതെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേരൊന്നും പുറത്തേക്ക് വലുതാവില്ല. അപ്പോൾ അതിങ്ങനെ മുരടിച്ച് നിൽക്കും. അപ്പോൾ നമ്മൾ അതൊക്കെ രണ്ടാമതെടുത്ത് കളഞ്ഞ് പുതിയൊരു ചെടിച്ചട്ടിയിൽ ഇതുപോലെ വേരൊക്കെ പൊട്ടാതെ ആക്കി വളമൊക്കെ ഇട്ട് ചാണക വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ടാണ് ഇതേപോലെ പൂവിട്ട് രണ്ടാമത് വന്നത്. അപ്പോൾ ഈ ഒരു പിങ്ക് കളറിലെ ജെർബറ പൂ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമായത്. കാരണം നമ്മൾ ആ ഒരു ഭംഗി കണ്ടിട്ട് നല്ല തൈയൊക്കെ നോക്കി വാങ്ങിയതാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും പരീക്ഷ നോക്കാൻ പറ്റിയൊരു ട്രിക്കാട്ടോ. പൂവിടാത്ത പൂച്ചെടികൾ ഉണ്ടെങ്കിൽ അവർ നന്നായിട്ട് പൂവിടുന്ന പൂച്ചെടിയുടെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കും തോന്നും പൂവിട്ടാലോ എന്ന്. അത് എല്ലാവർക്കും ഒന്ന് പരീക്ഷ നോക്കാൻ പറ്റിയൊരു ട്രിക്കാണ്. ഞാൻ പരീക്ഷ നോക്കാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ. പിന്നെ ഈ ചെടിയിൽ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കേണ്ട, ഒത്തിരി കാട് പിടിച്ച് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ അടർത്തി ഓരോ തൈ ആയിട്ട് നട്ടു കൊടുക്കണം. അല്ലെങ്കിൽ ഒത്തിരി തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുതിയ മുട്ടുകൾ വരാനും അതിന് ഒരു മുരടി പോകാൻ, പിന്നെ പൂവിടാതെ ആവും, കാട് പിടിച്ച് പിന്നെ ഇലകൾ ഒത്തിരി വലുതാവാനായിരിക്കും നോക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് തിക്കായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആ ചെടിച്ചട്ടിയിൽ നിന്ന് പറിച്ച് മാറ്റി പുതിയ ചെടിച്ചട്ടിയിലേക്ക് നടുന്നതായിരിക്കും. നമുക്ക് ഇതിന് വേണമെങ്കിൽ താഴെ നട്ടു കൊടുക്കാം കേട്ടോ. ചെടിച്ചട്ടി തന്നെ നടണമെന്നില്ല, നല്ല താഴെ നട്ട് നല്ല ബോർഡറായിട്ട് നിരത്തി നട്ടു കൊടുക്കുക. അപ്പോൾ പൂവൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കുള്ളൂ. ഒത്തിരി കളർ വെറൈറ്റി ഉള്ളൊരു പ്ലാന്റ് കേട്ടോ ജെർബറ പ്ലാന്റ്. ഇത് നന്നായിട്ട് കെയർ ചെയ്ത് വളമൊക്കെ ഇട്ട് കൊടുത്ത് അത് എന്നും പൂവിടുന്നൊരു പൂച്ചെടിയാണ്. ഇനി ഇതിന് വരുന്നൊരു കേട് ഇത് കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട പിങ്കിൻ്റെ പിന്നെ ഇട്ട പൂവാണ്. അത് വിരിഞ്ഞ് വന്നപ്പോഴേക്കും പകുതി ഇതളുകളില്ല. കാരണം ഈ ചെറിയ മുട്ടായിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രാണികൾ, വണ്ടൊക്കെ വന്ന് കയറി ഇതിൻ്റെ ഇലയൊക്കെ അങ്ങോട്ട് തിന്ന് നശിപ്പിക്കും. പിന്നെ ഇതിൻ്റെ ഇലക്ക് വരുന്നതൊരു ചുരുട്ടി പോകുന്നൊരു മുരടിപ്പാണ് ഇതിന് കേട് വരുന്നത്. കണ്ടോ, നമ്മുടെ ഈ ഒരു ഓറഞ്ച് കളറിലെയും ഒരു ചെറുപരുടെ ഇതളൊക്കെ കണ്ടോ പ്രാണികൾ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേടൊക്കെ വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് മരുന്നടിച്ച് കൊടുക്കാറുണ്ട് ഇതിൻ്റെ പൂവിൻ്റെ ഇതിലേക്ക്. കാരണം ഒത്തിരി അപ്ലൈ ചെയ്താൽ ഞാൻ ചെടീന് ചിലപ്പോൾ ചെടി ഉണങ്ങിപ്പോയി എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആ പൂവിന് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ ചേർത്തിട്ട് മരുന്നടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുള്ളൂ. ഇതിന് സീസണൊന്നുമില്ല കേട്ടോ. വേനൽക്കാലമായാലും മഴക്കാലമായാലും ഇതിന് പ്രോപ്പറായിട്ട് കെയർ കൊടുത്താൽ അത് എപ്പോഴും പൂവുണ്ടാകുന്ന ഒരു പൂച്ചെടിയാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ജെർബറ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടിയുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.